മക്കളെ, ജെറുസലേം പ്രയർ ലൈനിലേക്ക് വലിയ ദാഹത്തോടെ വരുന്ന അനേക മക്കളെ കാണുന്നുണ്ട്. പ്രാർത്ഥിച്ച് ഒരുങ്ങി നിന്നവരെ ഞാൻ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഒത്തിരിയേറെ വിഷമം സഹിച്ചവരെ കാണുന്നുണ്ട്. ഇവരെല്ലാവരെയും നാളെ തിരുഹൃദയ വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ചയിലെ തിരുബലിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇന്നത്തെ വചനം സാധിക്കുമെങ്കിൽ ഒരു 5 പ്രാവശ്യമെങ്കിലും അത് നിങ്ങൾ വായിക്കണം, അത് കേൾക്കണം. നിന്റെ വീട്ടിലേക്ക് അനുഗ്രഹമായിട്ട് കർത്താവ് വന്നെത്തുകയാണ്. ജോലികളിലും നീ ചെയ്യുന്ന ഓരോ ദൗത്യങ്ങളിലും നിന്റെ ശുശ്രൂഷകളിലും കൂടെ നിൽക്കാൻ ഇതാ ഒരു ദൈവമുണ്ട് എന്ന് വളരെ വ്യക്തമായി നമ്മോട് സംസാരിക്കുകയാണ്. സങ്കീർത്തനം 37:4 കർത്താവിൽ ആനന്ദിക്കുക, അവിടുന്ന് നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും. കേട്ടില്ലേ നിങ്ങള്? എത്ര നിസ്സാരമായ ആഗ്രഹമാണെങ്കിലും കർത്താവ് അത് സാധിപ്പിച്ചു തരുമെന്ന് കട്ടായം പറയുന്ന വാക്കാണ്, വചനമാണ് കേട്ടത്. വചനത്തിൽ പതിരില്ല കേട്ടോ. ആനന്ദവും അനുഗ്രഹവും അഭിഷേകവും ഒരുമിച്ചാണ് പോകുക. നാം എത്ര കഷ്ടപ്പെട്ടാലും എത്ര അധ്വാനിച്ചാലും ഒരു പക്ഷേ ഒരു നന്ദി വാക്ക്, ഒരു ബഹുമാനം ലഭിക്കാതെ വരുമ്പോൾ നിനക്ക് കർത്താവിൽ ആനന്ദിക്കാൻ സാധിക്കുമോ? പല തെറ്റിദ്ധരിക്കപ്പെടുമ്പോഴും പരിഹസിക്കപ്പെടുമ്പോഴും കർത്താവിൽ ആനന്ദിക്കാൻ സാധിക്കുമോ? ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടും ഇങ്ങനെയൊക്കെ ആണല്ലോ എന്നോട് പെരുമാറുന്നത് എന്ന് ചിന്തിച്ച് നമ്മിലെ ആത്മീയ ഊർജം നശിപ്പിക്കരുത് എന്നാണ് മക്കളോട് എനിക്ക് പറയാനുള്ളത്. തളരരുത്, കരുത്താർജിക്കണം. മുന്നോട്ട് ദൈവം നിന്നെ അനുഗ്രഹിക്കും. മകളെ, സൃഷ്ടാവിൽ നിന്ന് സൃഷ്ടിയിലേക്ക് തിരിയുമ്പോൾ ആ ആനന്ദം അനുഗ്രഹമാവുകയില്ല. ദാതാവിൽ നിന്ന് ദാനത്തിലേക്ക് തിരിയുമ്പോൾ ആ ആനന്ദം അനുഗ്രഹമാവുകയില്ല. നിന്റെ അനുഗ്രഹം എന്താണോ അത് ഈ സമയം കർത്താവ് തരാൻ ആഗ്രഹിക്കുകയാണ്. യേശുവിൻ്റെ ഹൃദയത്തിൽ നിന്ന് ഒഴുകുന്ന സ്നേഹവും അനുകമ്പയും കരുണയും കണ്ണുനീരും നിന്റെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു തരും. ക്രിസ്തു സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാൻ, ക്രിസ്തു ക്ഷമിച്ചതുപോലെ ക്ഷമിക്കാൻ, ക്രിസ്തു സഹിച്ചതുപോലെ സഹിക്കാൻ ഈ അനുഗ്രഹമാണ് കർത്താവ് സാധിപ്പിച്ചു തരുന്നത്. പ്രിയപ്പെട്ടവരെ, ക്രിസ്തു ക്ഷമിച്ചതുപോലെ ക്ഷമിക്കാൻ സാധിക്കുമോ? ക്രിസ്തു സഹിച്ചതുപോലെ സഹിക്കാൻ സാധിക്കുമോ? എങ്കിൽ നമ്മൾ അനുഗ്രഹീതരാണ്. നീ രോഗിയാണോ? ഇതാ രോഗസൗഖ്യമായി വന്നു നിൽക്കുന്നു. നീ ഒരു വിദ്യാർത്ഥിയാണോ? പഠന വിഷയവുമായി ഇതാ വന്നു നിൽക്കുന്നു. നീ ഒരു ദമ്പതിയാണോ? സന്താന സൗഭാഗ്യം തരാൻ കാത്തു നിൽക്കുന്നു. നീ ഒരു തൊഴിലാളിയാണോ? തൊഴിലിൽ അവസരങ്ങൾ ധാരാളമായി തരാൻ കാത്തു നിൽക്കുന്നു. നീ ഒരു ശുശ്രൂഷകനാണോ? അഭിഷേകം തരാൻ കാത്തു നിൽക്കുന്നു. മക്കളെ, കർത്താവിൽ ആനന്ദിക്കുക, കർത്താവിൽ ആനന്ദിക്കുക. അവിടുന്ന് നിന്റെ ആഗ്രഹങ്ങൾ നിറവേറ്റിത്തരും. നമ്മുടെ കർത്താവിൻ്റെ സ്നേഹം നമ്മളിലേക്ക് ഒഴുകട്ടെ. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാനിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി അവിടുന്ന് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒത്തിരി ദാഹത്തോടെ കണ്ണുനീരോടെ ആയിരുന്ന മക്കളോട് ഈശോ പറയുന്നു, നീ ആനന്ദിക്കുക, നന്ദി പറയുക. ആനന്ദിച്ച് നന്ദി പറഞ്ഞ് അഭിഷേകം സ്വീകരിക്കുക. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും ഇന്നത്തെ ശുശ്രൂഷ
മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ട് കാത്തു നിൽക്കുന്ന ഈശോയുടെ വചനത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളെയും അത് എത്തിച്ചേരുന്ന സ്ഥലത്തും അത്ഭുതങ്ങൾ നടക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.